ഇന്നത്തെ വീഡിയോയിൽ വട്ടൂരയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല പ്ലഫിയുമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1 സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ട കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമുക്ക് എളുപ്പത്തിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ. പിന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ച പാൽ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലായത് കാരണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ചൂടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. അതൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം 1-2 മണിക്കൂർ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ രാവിലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് വേണ്ടി. ഒരു ഉച്ചയാകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ആദ്യം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തു. അപ്പം കട്ടി തീരെ കുറഞ്ഞു കേട്ടോ. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കട്ടി തീരെ കുറയരുത്. അപ്പം നമ്മൾ പപ്പടം പൊരിച്ച പോലെ ആവും കേട്ടോ. ഒരു ജസ്റ്റ് ഒരു കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അത് അത്രയും തന്നെ കട്ടിയിൽ ഉണ്ടാക്കണം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ മൈദ ചേർത്ത് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ അളവിൽ കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വേറെ മൈദപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അതാ ഇതുപോലെ ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലോട്ട്. പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈമിൽ പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയിട്ട് നേരെ പകുതി ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് പൂരി ചുട്ടെടുക്കുന്നത് പോലെ അങ്ങനെ റൗണ്ടിലും എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കുക. തീരെ കുറഞ്ഞും പോകരുത്, പെട്ടെന്ന് എണ്ണ കുടിച്ചു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇന്നലെ കുറുമക്കറിയുടെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടോ എന്ന് സംശയം ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നും. അതിൻ്റെ കൂടി ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. കുറേ അധികം ചുട്ടിട്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തീരുവൊന്നും ചെയ്യില്ല, ബാക്കിയാവുകയൊക്കെ ചെയ്യും. ഇത് രാവിലത്തിന് കൂടി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അതെ, നല്ല ഒരു ബണ്ണ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, മല്ലിയില, പിന്നെ എള്ള് ഇതൊക്കെ ചേർത്തിട്ടും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇതൊന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ക്യാരറ്റും എല്ലാം കൂടി ചേർത്ത് എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാവണമെന്നില്ല, കുഞ്ഞു മക്കൾക്കൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം ഈ നല്ലൊരു ഷേപ്പല്ലേ. ഞാൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്